ശാപങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഫുട്ബോൾ ലോകത്തെ ഈ ജർമ്മൻ കഥ നിങ്ങളെ അതൊന്ന് മാറ്റി ചിന്തിപ്പിച്ചേക്കാം. വർഷം 2014, സ്ഥലം ബ്രസീലിലെ വിഖ്യാതമായ മാറക്കാന സ്റ്റേഡിയം. അന്ന് കാനറുകളുടെ മണ്ണിൽ ബ്രസീൽ ആരാധകരുടെ നെഞ്ചു പിളർന്ന് അവരെ 1-7 ഗോളുകൾക്ക് നിലംപരിശാക്കിയ ആ ജർമ്മൻ പടയെ ഓർക്കുന്നില്ലേ? ഓർക്കുമ്പോൾ ബ്രസീൽ ആരാധകരുടെ ഉള്ള് ഇന്നും പിടയുന്നുണ്ടാകും. അന്ന് ലോക കിരീടവും ചൂടി പ്രതാപത്തിന്റെ കൊടുമുടിയിലായിരുന്നു ജർമ്മനി. പക്ഷേ അങ്ങനെയുള്ള ജർമ്മനിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? ഒരു ശാപം പോലെ തോന്നിപ്പിക്കുന്ന വീഴ്ച. കഴിഞ്ഞ 2 ലോകകപ്പുകളിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് പോലും കരകയറാനാവാതെ നാണം കെട്ട പുറത്താകൽ. 2 ലോകകപ്പുകളിലായി സ്വീഡനും കോസ്റ്ററിക്കയ്ക്കുമെതിരെ മാത്രമാണ് ഈ വമ്പന്മാർക്ക് ജയിക്കാനായത്. 4 ലോകകപ്പുകളുടെ പെരുമയുള്ള സാമ്രാജ്യം, ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫൈനലുകൾ കളിച്ച രാജാക്കന്മാർ. ഒരു ലോകകപ്പ് കൂടി നേടിയാൽ 5ാം കിരീടവുമായി ബ്രസീലിനൊപ്പം 1ാമതെത്തേണ്ടവർ. എന്നിട്ടാണ് അവർ ഈ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയത്. പക്ഷേ വീണയിടത്തു നിന്ന് ചരിത്രം തിരുത്തിയെഴുതാൻ അവർ പുതിയൊരു നായകനെ നിയോഗിച്ചിരിക്കുന്നു. പേര് ജൂലിയൻ നാഗൽസ്മാൻ. വെറും 38ാം വയസ്സിൽ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജർമ്മൻ കോച്ച് എന്ന റെക്കോർഡോടെയാണ് ഇദ്ദേഹം കടിഞ്ഞാണേറ്റിരിക്കുന്നത്. തന്ത്രങ്ങളിലെ ഫ്ലെക്സിബിലിറ്റിയും പുത്തൻ വീര്യവുമായി നാഗൽസ്മാൻ ടീമിനെ മാറ്റിക്കഴിഞ്ഞു. ഇത്തവണ ജർമ്മൻ മുന്നേറ്റം തീത്തുപ്പും. ഫ്ലോറിയൻ വിറ്റ്സും ജമാൽ മുസിയാലയും ഒപ്പം ബയേൺ മ്യൂണിക്കിന്റെ വിസ്മയം ലെനറ്റ് കാളും പുതിയൊരു ത്രിമൂർത്തി ആക്രമണ തന്ത്രമാണ് കോച്ച് പരീക്ഷിക്കുന്നത്. പ്രതിരോധ കോട്ടകാക്കാൻ നായകൻ ജോഷുവ കിമിച്ച്, ജൊനാഥൻ താ, നിക്കോ ഷ്ലോട്ടർബെക്ക്, ഡേവിഡ് റൗ എന്നിവരുമുണ്ട്. ഗോൾ വലക്ക് മുന്നിൽ ഹിമാലയം പോലെ മാനുവൽ നോയറും ആന്ദ്രേ ടെർ സ്റ്റെഗനും കാവൽ നിൽക്കുന്നു. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ജർമ്മൻ ഫുട്ബോൾ മെഷീൻ. അവർ ആ പഴയ വീഴ്ചകളിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുമോ? അതോ 3ാം വട്ടവും ആരാധകർക്ക് നിരാശ സമ്മാനിച്ച് ആ പഴയ ശാപത്തിൽ വീണു പോകുമോ? ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ലോകകപ്പ് വേദിയിൽ എഴുതപ്പെടും. ജർമ്മനിയുടെ വിധി മാറുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.